നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വരവൂരിൽ സഹോദരങ്ങളെ പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ പഞ്ചായത്തിലെ പിലക്കാട് 5-ാം വാർഡിൽ താമസിക്കുന്ന രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരെയാണ് വീടിനടുത്തുള്ള പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാടത്ത് കാട്ടുപന്നികൾക്കായി വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും ചേർന്ന് മീൻ പിടിക്കുന്നതിനായി പോയതാണെന്ന് പറയുന്നു. വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാരും അയൽവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഇരുവരെയും പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. മൃതദേഹങ്ങൾ കിടക്കുന്നതിനരികിൽ ടോർച്ചും മീനുകളും ചിതറിക്കിടക്കുന്നുണ്ട്. കുറച്ചുമാറി പാടത്ത് പന്നിയും ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തി. KCB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിച്ഛേദിച്ചതിനു ശേഷമാണ് മൃതദേഹത്തിനരികിലേക്ക് പോലീസും മറ്റു ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിച്ചേർന്നത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വന്യമൃഗങ്ങളെ ഷോക്കടിപ്പിച്ചു കൊല്ലുന്നതായി ബന്ധപ്പെട്ട കേസും കൊലപാതക കുറ്റത്തിനും പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. വരവൂർ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഇത്തരത്തിൽ ഇതിനു മുൻപും ഇലക്ട്രിക് ഷോക്കേറ്റ് ആളുകൾ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു എന്നിവർ പറഞ്ഞു. CCTV ന്യൂസ്, തളി. മാലിന്യം വലിച്ചെറിയുന്നവരോട് അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത വിദ്യാലയം, ഹരിതനഗരം, ഹരിതഭവനം ക്യാമ്പയിൻ, മാലിന്യമുക്ത തല മെഗാ ശുചീകരണം കൂറ്റനാട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ 10,000 രൂപ പിഴ ചുമത്താൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെത്തി സർക്കാരിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുന്നവർക്ക് 2,500 രൂപ പാരിതോഷികം നൽകും. പൊതുസ്ഥലത്തെ പുകവലി നിർത്തിയതുപോലെ മാലിന്യം വലിച്ചെറിയലും നിർത്താൻ നമുക്ക് കഴിയും. വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1,00,000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നഗരം ശുചിയായി സൂക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് വ്യാപാരികളാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഒരു വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലാകെ ഒറ്റ വാട്സാപ്പ് നമ്പർ. മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ എടുത്ത് ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. റോട്ടിൽ കിടക്കുന്ന മാലിന്യത്തിന്റെ അയച്ചാൽ പോരാ, വലിച്ചെറിയുന്നതിന്റെ വേണം. ആളെ പിടിക്കാൻ പറ്റണം. അല്ലെങ്കിൽ വന്ന വണ്ടി, ഇപ്പൊ ചിലർ വണ്ടിയിലൊക്കെ വന്ന് എറിയുന്നുണ്ട്. ആളെ കിട്ടിയില്ലെങ്കിലും വണ്ടി നമ്പർ കിട്ടിയാൽ മതി. പുറകുന്നാണെങ്കിലും കുഴപ്പമില്ല. ഒന്നുകിൽ ആളിന്റെ മുഖം കിട്ടണം, അല്ലെങ്കിൽ വണ്ടി നമ്പർ കിട്ടണം. വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഇതെടുത്ത് നിങ്ങൾ അയച്ചു കൊടുത്താൽ, ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ ഏതാനും ദിവസത്തിനകം ആളെ കണ്ടെത്തി 10,000 രൂപ ഫൈൻ ഈടാക്കും. എന്ന് മാത്രമല്ല, ഫോട്ടോ അയച്ചയാൾക്ക് അതിന്റെ 4/1 2,500 രൂപ കിട്ടുകയും ചെയ്യും. വാട്സാപ്പ് നമ്പർ 9446. എല്ലാവരും നോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. 9446 700 800. 9446 700 800. ഈ ഫോണും കൊണ്ട് നടക്കുക. ഇങ്ങനെ വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ അപ്പെടുക്കണം. ആളെ കിട്ടണം. കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ദിവസം 4 ആളെ പിടിച്ച 10,000 രൂപ. എറിയുന്നതിന്റെ ഫോട്ടോ, പിന്നിൽ അല്ലാതെ നിക്ഷേപിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോയോ വീഡിയോയോ അല്ലെങ്കിൽ വണ്ടി നമ്പറോ എന്തെങ്കിലും കിട്ടണം. അങ്ങനെ പലർക്കും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വരുമാന മാർഗമായിട്ട് കൂടി ഉപയോഗിക്കാം. ശരിയായ മാർഗത്തിലുള്ള വരുമാനമാണ്. ഒരു തെറ്റും കാര്യത്തില്ല. ഹരിത കർമ്മസേനക്കാർക്കും ചെയ്യാം. ഫോണ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ ഫോണും ക്യാമറയും ഓൺ ചെയ്ത് നടക്കുക. ഒരു കൂസലുമില്ലാതെ കയ്യിലുള്ള ആവശ്യം കഴിഞ്ഞ വസ്തു റോട്ടിൽ വലിച്ചെറിയുന്നവർ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ അപ്പെടുക്കും. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, AE OK പ്രസാദ്, Dr. K രാമചന്ദ്രൻ, MV രാജൻ എന്നിവർ സംസാരിച്ചു. തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള മെഗാ യജ്ഞത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ഭവനങ്ങൾ, ഹരിത നഗര കേന്ദ്രങ്ങൾ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിലെ കോളേജുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, പരിസ്ഥിതി ക്ലബ്ബുകൾ, ഭൂമിത്രസേന, സുസ്ഥിര ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഓരോ വിദ്യാലയത്തെയും മാലിന്യമുക്ത ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റുക, വിദ്യാലയങ്ങളുടെ പരിസരത്തുള്ള ടൗണുകളുടെ ശുചീകരണം നടത്തുകയും തുടർ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ സന്ദേശം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എല്ലാ വീടുകളിലേക്കും ഈ യജ്ഞം വഴി എത്തിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് ഇതുവഴി ഏറ്റെടുക്കുന്നത്. കൂറ്റനാട് ടൗൺ, പടിഞ്ഞാറങ്ങാടി, കുമ്പിടി, മേഴത്തൂർ, കൊടിക്കുന്ന്, കുമരനെല്ലൂർ, ചാലിശ്ശേരി, കറുകപ്പുത്തൂർ, പെരിങ്ങോട്, കൂട്ടുപാത, വെള്ളിയാങ്കല്ല്, ആറങ്ങോട്ടുകര, തൃത്താല എന്നീ കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുമായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ റോഡിന് വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ആശുപത്രി വരെ വരുന്ന ഭാഗം വളരെ തകർന്നിട്ടാണ് ഉള്ളത്. അതോടൊപ്പം ആ ബൈപ്പാസിന്റെ ബാക്കി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് സർക്കാരിലായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അധികം വൈകാതെ ആ ഫണ്ട് കൂടി കിട്ടും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ താൽക്കാലികമല്ല, ശാശ്വതമായിട്ട് പരിഹരിക്കാനൊരു പണി ഏകദേശം പോസിറ്റീവായിട്ടുണ്ട്. നല്ലൊരു ഏസായിട്ട് പറഞ്ഞപ്പോഴേ മെയിൻ റോഡല്ലേ ഏസാകാൻ തിരുവനന്തപുരത്ത് സാധനം എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഓർഡർ ഇറങ്ങിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി അതെ അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. തിരുവേഗപ്പുറ അഞ്ചുമൂല പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA നിർദ്ദേശം നൽകി. നിലവിൽ കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുകയാണ്. ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അത് കഴിഞ്ഞാൽ കരാറുകാരനെ ഒഴിവാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂർ പാതയിലെ കുഴിയടക്കൽ പ്രവൃത്തികൾ അടുത്ത ആഴ്ച നടത്താൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണെന്ന് റവന്യൂ അധികൃതർ യോഗത്തിൽ അറിയിച്ചു. വിളിയൂരിലും ഓങ്ങല്ലൂരിലും ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം, പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. കൊപ്പം ആശുപത്രിക്ക് സമീപം റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായും പരാതി ഉയർന്നു. പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, ആനന്ദവല്ലി, ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയിടത്തോൾ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പട്ടാമ്പി കോഴിക്കാട്ടിരി സ്വദേശിക്ക് ദാരുണാന്ത്യം. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മുതുതല കോഴിക്കോട്രി ഉരുളാങ്കുന്നിൽ മുഹമ്മദാണ് മരിച്ചത്. 47 വയസ്സുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ലോറി ഡ്രൈവർ എടപ്പാൾ സ്വദേശി മുഹമ്മദ് ഖാസിനെ പരിക്കുകളോടെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 അപകടം. എതിർദിശയിൽ വരികയായിരുന്ന ലോറികൾ തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. എടപ്പാളിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു മിനി ലോറി. എടപ്പാളിലെ നെല്ലറ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരിച്ച വള്ളൂർ സ്വദേശി മുസ്തഫ. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലിശ്ശേരിയിൽ നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 8ാമത് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ജില്ലാ ട്രഷറർ P കൃഷ്ണൻകുട്ടി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് മന്ത്രി MB രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണ്ടിട്ട് ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ സെവൻസ് ആണ്. ബാക്കിയുള്ള കമ്മിറ്റി നാൽപ്പത്തി ട്രോഫി, ചാക്കോളാസ് ട്രോഫി തുടങ്ങി ധാരാളം ഫെഡറേഷൻ കപ്പ് ഒക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അവരുടെ കേൾക്കാൻ മാത്രമേ അവസരമുള്ളൂ. ദൂരെ പോയി കളിക്കുന്ന ആവശ്യമില്ല. അന്നാണ് സെവൻസ് ഉണ്ടായിരുന്നത് പല അനുഭവ സ്ഥലങ്ങളിലാണ്. ചെർപ്പളശ്ശേരിയാണ് പ്രധാന സെവൻസ് കേന്ദ്രം. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളുകളില്ല. അപ്പൊ നടന്ന് അവിടെ പോയി കളിക്കുന്ന ഓർമ്മയുണ്ട്.
അരിക്കൂട്ടം ടീം, മലപ്പുറം സൂപ്പർ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുടെ കളികൾ കാണുന്നുണ്ട്. പിന്നീട് സെവൻസിൽ ഇന്ത്യൻ താരങ്ങൾ കളിക്കാൻ ഇടക്കാലത്ത് നിരോധനം വലിയ വലിയ കളിക്കാരെല്ലാം വന്ന് സെവൻസ് കളിക്കാൻ. ഇപ്പോഴാണെങ്കിലും നേതാക്കൾ ഈ വിദേശ ലീഗ് മത്സരമൊക്കെ പോലെ വിദേശി താരങ്ങൾ ധാരാളം കേരളത്തിൽ വന്ന് സെവൻസ് കളിക്കാൻ പറ്റും. ഇന്ന് ഫുട്ബോളിലേക്കുള്ള നമ്മുടെ കാഴ്ച കൂടുതൽ വിശാലമായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന ഏത് പ്രധാന മത്സരങ്ങളും സ്പാനിഷ് പ്രീമിയർ ലീഗ് ആവട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആവട്ടെ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുഖ്യാതിഥിയായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷനായി. വാഹിദ് കുപ്പൂത്ത്, TK സുനിൽകുമാർ, PR കുഞ്ഞുണ്ണി, MM അഹമ്മദുണ്ണി, സൂപ്പർ അഷ്റഫ് ബാവ, CV ബാലചന്ദ്രൻ, VK ചന്ദ്രൻ, PAE സലാം, ദിനേശൻ എറവക്കാട്, മറ്റു ജനപ്രതിനിധികൾ, അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗുരുവന്ദനം പരിപാടിയുടെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി നടത്തി. 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സൈക്കിൾ റാലി തൃത്താല, മേഴത്തൂർ, വൈദ്യമഠം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് മേഴത്തൂർ സെന്ററിൽ സമാപിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ്, റോളർ സ്കേറ്റിംഗ് എന്നിവയും നടന്നു. ദേശീയ സ്കേറ്റിംഗ് താരങ്ങളായ ഷാരോൺ, ജൂബി എന്നിവർ നേതൃത്വം നൽകിയ റാലിയിൽ പ്രിൻസിപ്പൽ ഷെൽജ PB, ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ, അധ്യാപകരായ ബിജു, മധു, ജയദേവൻ, രാജേഷ്, ജലജ, ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 13 വരെ ആഘോഷ പരിപാടികൾ തുടരും. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. പ്രശസ്ത കവിയും അധ്യാപകനുമായ P. രാമൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചച്ചോരിക്കളി വെതുവെത കോരി ആരക്കുടിച്ചോരച്ചിൽക്കിണ്ണം തവതിയധികം ദേവി തുഭ്യം നമോസ്തു. ഭദ്രകാളിയുടെ ശത്രുവിന്റെ തല അങ്ങനെ വെട്ടി ചോര കുടിച്ചു നിൽക്കുന്ന ഭദ്രകാളിയുടെ ഒരു ചിത്രം. ഈ ഞാനിപ്പോ ചൊല്ലിയ ശ്ലോകം എഴുതിയിട്ട് ഏതാണ്ട് 1000 കൊല്ലാവും. 1000 കൊല്ലം മുമ്പ് ഏതോ മലയാളി എഴുതിയതാണ്. പച്ചച്ചോരിക്കളി വെതുവെതക്കോരിയാരക്കുടിച്ചോരച്ചിൽക്കിണ്ണം തവതിയധികം ദേവി തുഭ്യം നമോസ്തു. 20-ാം നൂറ്റാണ്ടില് മഹാകവി കുമാരനാശാന്റെ പ്രശസ്തമായിട്ടുള്ള കവിതയുണ്ട്. ഇതിന്റെ നേരെ വിപരീത ഭാവം. ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലവാടി ആരജിച്ചും ലോകാനുഗ്രഹ പരയായനും കലേ നിൻ ശ്രീകാൽത്താരിണ അടിയങ്ങൾക്കും വിടുന്നേ. ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലവാടിയാരജിച്ചും
ലോകാനുഗ്രഹ പരയായെഴുത്തലേ നിൻ ശ്രീകാൽത്താരിണ പ്രിയങ്ങൾ കുമ്പിടുന്നേ. വിഷം അമൃതാക്കുന്ന ദേവിയെ കുറിച്ചാണ് പറയുന്നത്. വിഷം അമൃതാക്കുന്നത് ഈ ദേവി തന്നെയാണ്. ആ ദേവിയുടെ ഭാവം അല്ലേ കല. എനിക്ക് വളരെ പ്രിയപ്പെട്ട വേറൊരു ദേവീഭാവമാണ് നഭൂർ. ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് വിശിഷ്ടാതിഥിയായിരുന്നു. V ബാലൻ, P ജയരാജൻ, CP ബാബു, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹൻചന്ദ്രൻ, പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി R സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അനന്തകൃഷ്ണൻ അങ്ങാടിപ്പുറം, നിരഞ്ജൻ മനഴി എന്നിവരുടെ നാദാലയ തരംഗം സംഗീത സന്ധ്യയും നടന്നു. ഒക്ടോബർ 13 വരെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് ശേഖരണത്തിന് കൂറ്റനാട് സെന്ററിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ലോക്കൽ സെക്രട്ടറി VP അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ബോക്സുകൾ സ്ഥാപിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ഷബീർ, ട്രഷറർ ബിനോയ്, സെക്രട്ടറി റഫീഖ്, എക്സിക്യൂട്ടീവ് മെമ്പർ ജാഫർ എന്നിവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. പ്രായമല്ല, മനസ്സാണ് പ്രധാനമെന്ന് പറയാറുണ്ട്. അതോടൊപ്പം നിരന്തരമുള്ള പരിശീലനം കൂടിയായാൽ ചില പ്രകടനങ്ങൾ ആസ്വാദകരുടെ കണ്ണിമവെട്ടാതെ കണ്ടുനിന്നു പോകും. ചെമ്മന്തിട്ടയിൽ നിന്ന് രാജൻ നമ്പീശൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.